ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി +1 പരീക്ഷ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിവരങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം +1 പരീക്ഷ, അതായത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് ഈ ഒരു പേജിലോട്ട് വരുവാനും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ ഈ ഒരു ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് ചെക്ക് റിസൾട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ നേരത്തെ +1 പരീക്ഷ ഇംപ്രൂവ്മെൻറ്റ് ചെയ്തിരുന്നു. അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് അതായത് റിസൾട്ടിൽ മാറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നേരത്തെ അതായത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷയേക്കാൾ കൂടുതൽ മാർക്ക് ലഭിച്ചതുകൊണ്ട് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇതുവരെ പരിശോധിക്കാത്തവർ കൃത്യമായിട്ട് പരിശോധിച്ച് റിസൾട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നതോടൊപ്പം തന്നെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് 2 തരത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ റിസൾട്ട് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളിവിടെ രജിസ്റ്റർ നമ്പറിൻ്റെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ താഴെ കൊടുത്ത രീതിയിൽ തന്നെ അത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് അടിക്കുന്നു. അതേപോലെ പാസ്വേഡിൻ്റെ സ്ഥലത്ത് നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും ഇവിടെ കൊടുത്ത രീതിയിൽ, അതായത് രജിസ്റ്റർ നമ്പർ പ്ലസ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് PDF ഫയലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥിയും ഈ രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുക. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന +2 പരീക്ഷാ റിസൾട്ട് അതേപോലെ മെയ് 18-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വരുന്ന സ്ഥിതിക്ക് കൃത്യമായിട്ട് വിദ്യാർത്ഥി നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഈ വരുന്ന മെയ് 9-ാം തീയതിയാണ് പരീക്ഷാ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതായത് വിദ്യാഭ്യാസ മന്ത്രി കൃത്യം ഉച്ചയ്ക്ക് 2 മണിക്ക് ഫലം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ results.kite.kerala.gov.in, അതേപോലെ SSLCexam.kerala.gov.in, പിന്നെ അതേപോലെ കേരള പരീക്ഷാ ഭവൻ.kerala.gov.in, കൂടാതെ PRD.kerala.gov.in ഇത്രയും വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് അത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിനുടൻ തന്നെ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യലായിട്ട് ഈ പറയുന്ന എല്ലാ വെബ്സൈറ്റുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ റോൾ നമ്പറും അതേപോലെ തന്നെ നേരത്തെ ഇപ്പോൾ കൊടുത്ത ആ ഒരു +1ൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെ റോൾ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾക്ക് നൽകിയിട്ട് റിസൾട്ട് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഡിജിലോക്കർ വഴിയും നിങ്ങൾക്ക് SMS വഴി നിങ്ങൾക്ക് ഫലം അറിയുവാനുള്ള സൗകര്യവും ലഭ്യമായിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 9-ാം തീയതി SSLC പരീക്ഷ റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിന് തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് +2 പരീക്ഷ നേരത്തെ പറഞ്ഞാൽ മെയ് 18-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് +2 പരീക്ഷ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ +1 പരീക്ഷ റിസൾട്ടുമായി ബന്ധപ്പെട്ട് റിസൾട്ട് പരിശോധിക്കാത്തവരുടൻ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സമാദരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.